ദൈവമാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എന്നാണ് ചിലരുടെ വാദം. അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുമ്പ് പ്രപഞ്ചത്തിലെ വസ്തുക്കൾ ദൈവത്തിൻ്റെ ഉള്ളിലായിരുന്നോ പുറത്തായിരുന്നോ? ഇനി ഒന്നാമത്തേത് നോക്കാം. ദൈവത്തിൻ്റെ ഉള്ളിലാണ് പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളെങ്കിൽ ഇന്ന് സങ്കല്പിക്കുന്ന ദൈവം അപൂർണനാണ്. കാരണം ദൈവത്തിൻ്റെ പുറത്താണ് പ്രപഞ്ചം ഉള്ളത്. ഇനി രണ്ടാമത്തെ വാദം, ദൈവത്തിൻ്റെ പുറത്താണ് പ്രപഞ്ചത്തിലെ വസ്തുക്കൾ ഉള്ളത് എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ദൈവം അപൂർണനാണ്. രണ്ട് തരത്തിൽ നോക്കിയാലും ദൈവം അപൂർണനാണ്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഉള്ളിലാണ് ദൈവം എന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിലും അപൂർണമാണ്. അപ്പോൾ എങ്ങനെ നോക്കിയാലും ദൈവം അപൂർണനായിട്ട് തന്നെ നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ ബഹുദൈവ വിശ്വാസത്തിനാണ് സാധ്യത കൂടുതൽ. കാരണം ഓരോ വസ്തുവും ഒരു കല്ലോ ഒരു ബിംബമോ എന്തെങ്കിലും വെച്ച് ഇത് ദൈവമാണ് എന്ന് സങ്കല്പിച്ച് ആരാധിക്കുന്നവർക്ക് അതിൻ്റെ ഫലം വേഗത്തിൽ കിട്ടുന്നു. ഇനി ഒരു ദൈവമേ ഉള്ളൂ എന്ന് വിചാരിക്കുകയാണെങ്കിൽ ആ ദൈവം അപൂർണനാണ്. ഓക്കെ, അപ്പോൾ ദൈവത്തെ പറ്റിയുള്ള സങ്കല്പം ഇത്രയാണ്. ദൈവമാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എങ്കിൽ ദൈവം അപൂർണനാണ്. പ്രപഞ്ചം ദൈവത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ ഇന്നത്തെ ദൈവം അപൂർണനാണ്. അപ്പോൾ എങ്ങനെ നോക്കിയാലും ദൈവം അപൂർണനായിട്ട് തന്നെ കാണുന്നു. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. ദൈവമാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എങ്കിൽ പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് പ്രപഞ്ചത്തിലുള്ള വസ്തുക്കൾ എവിടെയായിരുന്നു? അതാണ് ചോദ്യം. ദൈവത്തിൻ്റെ ഉള്ളിലായിരുന്നെങ്കിൽ പ്രപഞ്ച സൃഷ്ടിക്ക് ശേഷം ദൈവം അപൂർണനാണ്. ഇനി ദൈവം വേറെ എവിടെ നിന്നോ എടുത്തതാണെങ്കിലും ദൈവം അപൂർണനാണ്. അപ്പോൾ ഏത് തരത്തിൽ നോക്കിയാലും ദൈവം അപൂർണനായി തന്നെ നിലകൊള്ളുന്നു. ഓക്കെ, താങ്ക് യു.